ഹലോ ഗൈസ്, അപ്പോൾ ഞാനിതൊരു കിടിലൻ പുളിങ്കറീൻ്റെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് എള്ള്, ഉലുവ, പിന്നെ കടുക്, പെരുംജീരകം, നല്ല ജീരകം, പിന്നെ പുളി. അപ്പോൾ ആദ്യം നമ്മൾ പെരുംജീരകം, കടുക്, എള്ള്, ഉലുവയൊക്കെ ഒന്നായിട്ട് വറുത്തെടുക്കാം. വറുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതേ പാത്രത്തിൽ നമ്മൾ അല്പം വെളിച്ചെണ്ണ പാർന്നിട്ട് അതിലേക്ക് ഇഞ്ചിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഉണ്ടല്ലോ ചെറുതാക്കി അരിഞ്ഞ് വെച്ചത്, അത് നന്നായിട്ട് വഴറ്റാം. നല്ല രീതിയിൽ വഴറ്റാം. എന്നിട്ട് അതൊരു പാകമായി വരുമ്പോൾ നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ടൊരു മൺകുടുക്കയിലാണ് നമ്മൾ പുളിങ്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് അല്പം നമ്മൾ എടുത്ത് വെച്ച പുളി നല്ല രീതിയിൽ പിഴിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളകും പൊടിയും ചേർത്തിട്ട് ഇളക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും ഇല്ലേ, അതും ഇടുക. എന്നിട്ട് ഇത്തിരി ഉപ്പിടണം. ഞാൻ ഇതിൽ കാണിച്ചില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളതിൽ ഉപ്പിടാം. അപ്പോൾ പിന്നെ നമ്മളത് അവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വറുത്ത് വെച്ച സാധനങ്ങളില്ലേ, അതൊന്ന് പൊടിക്കാം. നല്ല രീതിയിൽ പൊടിച്ച് തന്നതിന് ശേഷം നമ്മൾ ഈ തിളച്ച നമ്മൾ അടുപ്പത്ത് സാധനം വെച്ചിട്ടാണ് നമ്മൾ പൊടിക്കാൻ വന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കുഞ്ഞ് തക്കാളി കഷ്ണം മുറിച്ചിടാം. എന്നിട്ട് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇടുക കേട്ടോ. നമുക്ക് എങ്ങനെയാണോ മധുരം ആവശ്യം അതിനനുസരിച്ച് ശർക്കര ഇടുക. പിന്നെ നമ്മൾ അവിടെ പൊടിച്ച് വെച്ച ഇതുണ്ടല്ലോ, ആ പൊടി ഉണ്ടല്ലോ, ആ പൊടിയും നമ്മൾ ഇളക്കിയിട്ടിട്ട് ഫുള്ളായിട്ടിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് തിളയ്ക്കാൻ വയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഞങ്ങളിവിടെ ഉണക്കമുന്തിരിയാണ് എടുത്തത്. നിങ്ങൾക്കത് മുന്തിരിയല്ല, കാരക്ക വേണമെങ്കിൽ കാരക്ക ഇട്ടിട്ടോ എന്തിട്ടിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഞങ്ങൾ ഉണക്കമുന്തിരി ഉണ്ടാക്കി. അങ്ങനെ നമ്മുടെ പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവിടാം. ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണയും ഇത്തിരി കടുകും പിന്നെ നമ്മൾ ഉണക്കമുളകും ഇട്ടിട്ട് ഒന്ന് വറവായി നമ്മുടെ അടിപൊളി പുളിങ്കറി റെഡിയായി. അപ്പോൾ പുളിങ്കറി ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ബൈ.